ഓം ശാന്തി 4/2/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ നിങ്ങൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങൾ ദാനം നൽകുന്നു. നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്കും ദാനം ചെയ്തുകൊണ്ടിരിക്കൂ. ഈ ദാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകും. ദാനം മഹാപുണ്യമാണ് എന്ന് പറയാറുണ്ട്. എന്ത് നമ്മളുടെ അടുക്കലുണ്ടോ അത് ദാനം ചെയ്യുന്നതിലൂടെ പുണ്യത്തിന്റെ പ്രാപ്തി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ബാബ നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് എന്ത് ജ്ഞാനമാണോ ഉള്ളത് അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. ഇങ്ങനെ ദാനം ചെയ്യുന്നതിലൂടെ നമ്മളുടെ അടുക്കലുള്ള ജ്ഞാനം നമ്മളിൽ നിന്ന് നഷ്ടമായി പോണില്ല, പകരം അത് ഒന്നുകൂടി ഉറപ്പാവുകയാണ് ചെയ്യുന്നത്. എന്താണോ നാം പറയുന്നത്, നാം എത്രത്തോളം മനസ്സിലാക്കി പറയുന്നുവോ അത് നമ്മളിൽ ഒന്നുകൂടി ഉറയ്ക്കുകയാണ്. ഇങ്ങനെ ഉറയ്ക്കുന്നതിലൂടെ അത് ജീവിതത്തിൽ ധാരണ ചെയ്യുന്നത് എളുപ്പമായി തീരും. ഇതിനോടൊപ്പം മറ്റുള്ളവർക്കും ജ്ഞാനരത്നങ്ങൾ നൽകുന്നതിലൂടെ അവരുടെയും മംഗളമുണ്ടാവുകയാണ്, അതിൻ്റെയും പുണ്യം ശേഖരിക്കപ്പെടും. ഇപ്രകാരം ജ്ഞാനദാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ചോദ്യം: ഏത് പുതിയ വഴി നിങ്ങൾ കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല? ഉത്തരം: വീട്ടിലേക്കുള്ള വഴി അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ശാന്തിധാമം നമ്മൾ ആത്മാക്കളുടെ വീടാണ്. സ്വർഗം വേറെയാണ്, ശാന്തിധാമം വേറെയാണ്. ഈ പുതിയ വഴി നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. നിങ്ങൾ പറയുന്നു, ഇപ്പോൾ കുംഭകർണന്റെ നിദ്ര വിടൂ, കണ്ണുകൾ തുറക്കൂ, പവിത്രമാകൂ. പവിത്രമായാലേ വീട്ടിൽ പോകാൻ സാധിക്കുള്ളൂ. ലോകത്തിലുള്ള മനുഷ്യർ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ ഈശ്വരൻ നമ്മൾ കുട്ടികളെയെല്ലാം സ്വന്തം മടിയിലിരുത്തി നമ്മൾക്ക് ജ്ഞാനം പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. ബാബയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴിയും സത്യയുഗത്തിലേക്കുള്ള വഴിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ, മറ്റാർക്കും അറിയില്ല. കാരണം ഇതറിയുന്നയാൾ ഈ ലോകത്തിൽ നിന്ന് വേറിട്ടിട്ടുള്ളവനായിരിക്കണം. ഈ ജനന മരണ ചക്രത്തിൽ വരുന്ന ഒരാൾക്ക് ഈ രണ്ട് വഴികളെക്കുറിച്ചും അറിവുണ്ടാകുക സാധ്യമല്ല. എന്നാൽ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് ഉപരിയായിരിക്കുന്ന ഈശ്വരന് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. അങ്ങനെയുള്ള ബാബ നമ്മൾ കുട്ടികൾക്ക് ഈ ജ്ഞാനം തന്നിട്ടുണ്ട്. സത്യുഗം വേറെയാണ്, പരംധാമം വേറെയാണ്. സത്യുഗം എന്നാൽ സുഖത്തിന്റെ ലോകവും പരംധാമം എന്നാൽ ശാന്തിധാമവും ആണ്. ഇത് മറ്റുള്ളവർ അറിയുന്നില്ല. അവർ അജ്ഞാനമാകുന്ന കുംഭകർണ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മൾ കുട്ടികൾ അവരുടെ സേവനം ചെയ്യണം, അവരെ ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തണം. അവർക്ക് പവിത്രമാകുവാനുള്ള പ്രചോദനവും കൊടുക്കണം. കാരണം പവിത്രമായാൽ മാത്രമേ വീട്ടിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. സത്യയുഗത്തിലേക്ക് പോകുന്നതിനും തീർച്ചയായും പവിത്രത അത്യാവശ്യം തന്നെയാണ്. ഗീതം: ഉണരൂ സജനികളെ, ഉണരൂ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ധർമ്മരാജന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ആരുടെയും ശരീരത്തെ ഓർമ്മിക്കരുത്. ഈ കണ്ണുകൾ കൊണ്ട് എല്ലാം കാണുക ഒരു ബാബയെ ഓർമ്മിക്കണം. അശരീരിയാകുന്നത് അഭ്യസിക്കണം, പാവനമാകണം. 2. മുക്തി ജീവൻ മുക്തിയിലേക്കുള്ള വഴി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഈ നാടകം പൂർത്തിയാകുകയാണ്, വീട്ടിലേക്ക് പോകണം. ഈ സ്മൃതിയിലൂടെ പരിധിയില്ലാത്ത വരുമാനം ശേഖരിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ധർമ്മരാജന്റെ ശിക്ഷകളിൽ നിന്ന് മോചിതരാകുന്നതിന് ഒരു ശരീരവും ഓർമ്മിക്കരുത്. അത് സ്വന്തം ശരീരമാകട്ടെ മറ്റുള്ളവരുടേത് ആകട്ടെ.
ശരീരത്തെ മാത്രമല്ല, ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ, അത് ഈ പ്രകൃതിയിൽ തന്നെ എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം കണ്ടുകൊണ്ടും അതിനെ ഓർമ്മിക്കരുത്, അതിൽ മുങ്ങിപ്പോകരുത്, പ്രഭാവിതരാകരുത്. പകരം ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം. നാം അശരീരി ആത്മാവാണ് എന്നത് അഭ്യസിക്കണം. ഒപ്പം പവിത്രമാകുകയും വേണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും, അതായത് ഗതിയിലേക്കും സദ്ഗതിയിലേക്കും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കുമുള്ള വഴി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഈ നാടകം പൂർത്തിയാവുകയാണ്. എല്ലാ ആത്മാക്കൾക്കും തിരികെ വീട്ടിലേക്ക് പോകണം. ഈ ഒരു സ്മൃതി ഉണ്ട് എങ്കിൽ നമ്മൾ സമ്പാദ്യം ശേഖരിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കും. ഇപ്രകാരം നാടകം പൂർത്തിയായി ഇനി വീട്ടിലേക്ക് പോകണം എന്നത് ഓർത്ത് വരുമാനം സമ്പാദിക്കണം. വരദാനം: ഒരു സെക്കൻഡിന്റെ കളിയിലൂടെ മുഴുവൻ കൽപ്പത്തിലെയും ഭാഗ്യം ഉണ്ടാക്കുന്ന ശ്രേഷ്ഠ ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. ഈ സംഗമ സമയത്ത് വരദാനം ലഭിച്ചിരിക്കുകയാണ്. എന്താഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ, എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും ഭാഗ്യം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഭാഗ്യവിധാതാവായ ബാബ ഭാഗ്യം ഉണ്ടാക്കുന്നതിനുള്ള ചാവി കുട്ടികളുടെ കൈകളിൽ തന്നിരിക്കുകയാണ്. ലാസ്റ്റ് വന്നിട്ടുള്ളവർക്കും ഫാസ്റ്റായി പോയി ഫസ്റ്റ് ആകാൻ സാധിക്കും. സേവനങ്ങളുടെ വിസ്താരത്തിൽ സ്വയത്തിന്റെ സ്ഥിതി സെക്കൻഡിൽ സാരസ്വരൂപമാക്കുന്നത് അഭ്യസിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഡയറക്ഷൻ ലഭിച്ചു, ഒരു സെക്കൻഡിൽ മാസ്റ്റർ ബീജമായി തീരൂ എങ്കിൽ സമയമെടുക്കരുത്. ഈ ഒരു സെക്കൻഡിന്റെ കളിയിൽ മുഴുവൻ കൽപ്പത്തിന്റെയും ഭാഗ്യം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഈ സംഗമയുഗത്തിന് പ്രത്യേകം വരദാനം ലഭിച്ചിട്ടുണ്ട്. ആർക്ക് എത്ര ഭാഗ്യമുണ്ടാക്കണമോ അത് അത്രയും തന്നെ വളരെ നന്നായി ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഭാഗ്യവിധാതാവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ കയ്യിൽ ഭാഗ്യമുണ്ടാക്കുന്നതിനുള്ള പേന തന്നിരിക്കുകയാണ്. അവസാനം വന്നിട്ടുള്ളവർക്കും തീർച്ചയായും വേഗതയിൽ പോയി മുന്നിലെത്താൻ സാധിക്കും. അതിനായി എത്ര തന്നെ സേവനത്തിന്റെ വിസ്താരത്തിലിരിക്കുകയാണെങ്കിലും സെക്കൻഡിൽ സാരസ്വരൂപമാകുന്നത് എങ്ങനെയെന്നത് അഭ്യസിക്കണം എന്ന് മാത്രം. എത്രത്തോളം മാസ്റ്റർ ബീജമായി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കുമോ അതും സെക്കൻഡിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഒരു സെക്കൻഡിന്റെ കളിയിൽ മുഴുവൻ കൽപ്പത്തിന്റെയും സമ്പാദ്യം ശേഖരിക്കാൻ സാധിക്കും. സ്ലോഗൻ: ഡബിൾ സേവനത്തിലൂടെ പവർഫുൾ അന്തരീക്ഷമുണ്ടാക്കൂ, എങ്കിൽ പ്രകൃതി ദാസിയായി തീരും. ഡബിൾ സേവനമെന്നാൽ കർമ്മണാ സേവനത്തിനോടൊപ്പമൊപ്പം മനസാ സേവനവും ഉണ്ടായിരിക്കണം. കർമ്മണാ സേവനത്തിൽ വാചാ സേവനവും ഉൾപ്പെടുന്നു. ആർക്കെങ്കിലും ജ്ഞാനം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മണാ സേവനം ചെയ്യുകയാണ്, എന്തു തന്നെ ആയാലും ശരീരം ഉപയോഗിച്ച് സേവനം ചെയ്യുന്ന സമയത്തും മനസ്സുകൊണ്ട് ബാബയുടെ ഓർമ്മയിൽ ആണ് എങ്കിൽ മനസാ സേവനവും നടക്കുകയാണ്. ഇങ്ങനെ രണ്ട് സേവനവും ഒരുമിച്ച് ചെയ്യുന്നതിനെ ഡബിൾ സേവനം എന്ന് പറയുന്നു. ഈ ഡബിൾ സേവനമുണ്ട് എങ്കിൽ വാതാവരണം വളരെ ശക്തിശാലിയായി തീരുന്നു. ഇങ്ങനെ വാതാവരണം ശക്തിശാലിയാകുമ്പോൾ പ്രകൃതി ദാസിയായി തീരും. ഓം ശാന്തി.